ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറഞ്ഞു, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം വിദ്യാഭിധീയതേ. കൗന്ദേയ, ഈ ശരീരത്തെ ക്ഷേത്രമെന്നാണ് അറിയപ്പെടുന്നത്. അർജുന, നീ അറിയണം, ശരീരം എന്താണെന്നും അത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും നീ അറിയണം. അർജുന, ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. കൂടാതെ പ്രകൃതി സംഭവങ്ങളായ 3 ഗുണങ്ങൾ, സാത്വിക ഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, വിശ്വാസം, ഇവയെല്ലാം കൂടാതെ ആത്മാവ്, പരമാത്മാവ്, ഇവയെല്ലാം ചേർന്ന് പൊതുവിൽ ശരീരമെന്ന് അറിയപ്പെടുന്നു. അർജുന, ഇങ്ങനെയുള്ള ശരീരത്തിൽ ആത്മാവിൻ്റെ സാന്നിധ്യം ഉള്ളപ്പോൾ ശരീരം പ്രവർത്തിക്കുന്നു. അർജുന, ശരീരം ജനിക്കുകയും വളരുകയും നശിക്കുകയും ചെയ്യും. എന്നാൽ ആത്മാവ് ജനിക്കുകയോ ശരീരം വളരുമ്പോൾ വളരുകയോ നശിക്കുമ്പോൾ നശിക്കുകയോ ചെയ്യുന്നില്ല. ശരീരം നശിക്കുമ്പോൾ ആത്മാവ് പുതിയ ശരീരം കൈക്കൊള്ളുന്നു. അങ്ങനെയുള്ള ശരീരത്തിൻ്റെ പ്രഭുവാണ് ആത്മാവ്. ഭാരതത്തിൽ നിരവധി ക്ഷേത്രങ്ങളുണ്ട്. അതിൻ്റെ നിയന്താവായി ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ വിഗ്രഹങ്ങളുണ്ട്. ക്ഷേത്രജ്ഞരായി ഓരോ വിഗ്രഹത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ക്ഷേത്രങ്ങൾ എന്ന് തുടങ്ങി പറയാൻ കഴിയില്ല. എന്നാൽ ക്ഷേത്രങ്ങളിലൂടെ ക്ഷതങ്ങൾ ഇല്ലാതാക്കി രജോ ഗുണത്തിൽ നിന്ന് സാത്വിക ഗുണത്തിൽ ദേവതാ ഗുണത്തിൽ എത്തിച്ചേരണം. അതിന് അച്യുതൻ്റെ വാക്കുകൾ മനസ്സിലാക്കി ബാലികമാർ ശ്രീദേവിമാരും ബാലകന്മാർ ഓരോരോ രാമന്മാരുമായി തീരണം. ജീവിത വിജയം നേടുക. ജയ് ശ്രീകൃഷ്ണ.